ഇന്ന് നമുക്ക് ഊണിന് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എന്നും സാമ്പാർ കഴിച്ച് നിങ്ങൾ മടുത്തോ? എങ്കിൽ ഇന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ച് നോക്കൂ. ഒരൊറ്റ മസാല മതി നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു കറിയാണ് ഇത്. നല്ലൊരു തീയലിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങളാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ്, വെള്ളരിക്ക, കുമ്പളങ്ങ, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ സാമ്പാറിന് നമ്മൾ കഷ്ണങ്ങൾ അരിയുമല്ലോ, അതുപോലെയാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ സാമ്പാറിന് അരിയുന്ന പോലെ കുറച്ചൊരു വലുപ്പത്തിലാണ് അരിയേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ആദ്യം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പച്ചക്കറികൾ മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പം അധികം ഇല്ലാത്ത 2 പച്ചമുളക് കീറിയതാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറിയുള്ളി ഒരു കൂടുതൽ ഇഷ്ടം, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു 5-6 ചെറിയുള്ളിയും ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. നമ്മളതിനകത്ത് പരിപ്പോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ സാമ്പാറൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നേരിട്ട് കുക്കറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മുരിങ്ങക്കായൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടാലും മതി, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകുന്നതുകൊണ്ട്. സാമ്പാർ നിങ്ങൾ എങ്ങനെയാണോ റെഡിയാക്കുന്ന പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത് അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്, വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ മസാലയാണ് നമ്മളിതിൽ ചേർക്കുന്നതെന്ന്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ് കേട്ടോ. അപ്പം ഞാനിത് സാമ്പാർ പൗഡർ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണല്ലോ. ഞാൻ ഉപയോഗിച്ചിരുന്ന സാമ്പാർ പൗഡർ എന്ന് പറഞ്ഞാൽ മലബാർ മസാലസിൻ്റെ സാമ്പാർ പൗഡറാണ്. നല്ല ഫ്ലേവർഫുള്ളും നല്ല ടേസ്റ്റുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സാമ്പാർ പൗഡറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഈ സാമ്പാർ പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ സാമ്പാർ പൗഡറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി, അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൽ 1-ാം പാലോ 2-ാം പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ, അതായത് മുഴുവൻ തേങ്ങാപ്പാലും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഇതിനകത്തോട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്താ വെച്ചാലും ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ഈ കറി. പിന്നെ ഈ കറി ഇരിക്കും തോറും ഒന്ന് ലൂസ് ചെയ്യും. നമ്മൾ ഉരുളക്കിഴങ്ങും പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞതാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായി വരും കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കും തോറും തിക്കായി തന്നെ വരും. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ തിളപ്പിക്കരുത് ഈ കറി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സദ്യക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാൽക്കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പഞ്ചസാര ചേർത്താൽ കുറച്ചും കൂടെ നല്ലൊരു മധുരവും ഇതിൻ്റെ സാമ്പാർ പൗഡറിൻ്റെ ഒക്കെ രുചിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വറവ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അവിയൽ അതുപോലെയൊക്കെ ചെയ്യുമല്ലോ, അതിനകത്തോട്ടൊക്കെ നമ്മൾ പച്ച വെളിച്ചെണ്ണയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെയാണ് കേട്ടോ. കടുകൊന്നും ചേർത്താൽ വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ സാമ്പാർ പൗഡർ. അപ്പോൾ സാമ്പാർ പൗഡർ ഉണ്ടാകുന്ന എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ ബെസ്റ്റ്, ഇത് പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.